മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കൺസെപ്റ്റുകളെ പറ്റിയൊക്കെയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന ശാഖ ഏതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ കുറേ ഡയമെൻഷൻസ് പറഞ്ഞിരുന്നു. പിന്നീട് നമ്മൾ എന്താണ് മോഷൻ എന്താണെന്ന് പഠിച്ചു, പിന്നെ റെസ്റ്റ് എന്താണെന്ന് പഠിച്ചു, പോയിന്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു, 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ വിത്ത് എക്സാമ്പിൾ പഠിച്ചു. പിന്നെ നമ്മൾ ഡിസ്റ്റൻസ് പഠിക്കാൻ തുടങ്ങി, സ്പീഡ് പഠിച്ചു, യൂണിഫോം സ്പീഡ് എന്താണെന്ന് പഠിച്ചു, ആവറേജ് സ്പീഡ് എന്താണെന്ന് പഠിച്ചു, നോൺ യൂണിഫോം സ്പീഡ് എന്താണെന്ന് പഠിച്ചു. നോൺ യൂണിഫോം സ്പീഡ് വരെയല്ലേ നോട്ട് എഴുതിയത്? ആണോ? ആണ്. ഇനി നമ്മൾ അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് എഴുതിക്കോളൂ. ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഹെഡിങ് എഴുതുക. സാറ് കഴിഞ്ഞ റെക്കോർഡ് ക്ലാസ് കിട്ടിയില്ല, അപ്പം കുറെ പേജ് വരണ്ടായിരുന്നു. ആരായിരുന്നു ഇതിപ്പം ചോദിച്ചേ? അക്ഷയ. അത് ഞാൻ അയച്ചായിരുന്നല്ലോ അക്ഷയ്ക്ക്. ഇല്ല സാറ് അയച്ചില്ല. ഇല്ലേ? ഇല്ല. അപ്പം എത്ര പേജ് വേണം? ഒരു 3 പേജ് വിട്ടേക്കാം. ഓക്കെ സാർ. ഓക്കെ, അപ്പം എഴുതിക്കോളൂ. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് നോട്ട് എഴുതുമ്പോൾ ആ വീഡിയോ ക്ലാസ് കണ്ട് നോട്ട് എഴുതിയാൽ മതി കേട്ടോ, വേറെ നോക്കി എഴുതണ്ട. ഓക്കെ ഓക്കെ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എഴുതിക്കോളൂ. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് distance between initial and final position initial and final position of any object during motion. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇവിടെ നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഇവിടം വരെ 1 മീറ്റർ, ഇവിടെ നിന്ന് ഇവിടം വരെ 2 മീറ്റർ, പിന്നെ 3 മീറ്റർ, 4 മീറ്റർ, 5 മീറ്റർ, 6 ആയി മൊത്തം 7, 8. നമുക്ക് 8 വരെ വരയ്ക്കാം. ഓക്കെ, അതായത് ഇത് 1 മീറ്റർ, 0 ഇവിടം വരെ 2 മീറ്റർ, 0 ഇവിടം വരെ 3 മീറ്റർ, 0 ഇവിടം വരെ 4 മീറ്റർ, 0 ഇവിടം വരെ 5 മീറ്റർ, 0 ഇവിടം വരെ 6 മീറ്റർ, 0 ഇവിടം വരെ 7 മീറ്റർ, 0 ഇവിടം വരെ 8 മീറ്റർ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഞാൻ എ എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെ കൊടുക്കുന്നു, ബി എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെ കൊടുക്കുന്നു, സി എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെ കൊടുക്കുന്നു, ഡി എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, എനിക്ക് എ ടു ബി, അല്ല വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇത് വരയ്ക്കാനുള്ളതാണ്. ഇത് മുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നോക്കിയോ. എനിക്ക് ഒരു പോയിന്റ് പിയും ഒരു പോയിന്റ് ക്യൂവും. ഓക്കെ, ഈ പിയിൽ നിന്ന് ക്യൂവിലോട്ട് എനിക്ക് എങ്ങനെയൊക്കെ പോകാം? എങ്ങനെ വേണേ പോകാം. ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, എങ്ങനെ വേണേ പോകാം. ഇതെല്ലാം അതിൻ്റെ ഡിസ്റ്റൻസാണ് ഇല്ലേ? എന്നാൽ ഈ പിയിൽ നിന്ന് ക്യൂവിലോട്ട് പോകാനുള്ള ഏറ്റവും ചെറിയ ദൂരം ഏതാണോ അതായിരിക്കും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റിനൊരു ഡയറക്ഷൻ ഉണ്ട് കൃത്യമായിട്ട്. ഡിസ്റ്റൻസിനുണ്ടായിരുന്നോ? ഇല്ല. ഇവിടെ നിന്ന് മർത്തോമ സ്കൂൾ വരെ പോകാനുള്ള, അല്ലെങ്കിൽ കോഴഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് മർത്തോമ സ്കൂൾ വരെ പോകാനുള്ള, അല്ലെങ്കിൽ കോഴഞ്ചേരിയിൽ നിന്ന് തിരുവല്ല വരെ പോകാൻ നമുക്ക് പല വഴി പോകാൻ പറ്റും. അപ്പോൾ കോഴഞ്ചേരി തിരുവല്ല പോകാൻ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, പല വഴി പോകാൻ പറ്റും. പക്ഷേ കോഴഞ്ചേരിയിൽ നിന്ന് തിരുവല്ല വരെ പോകാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? നേരെയുള്ള വഴിയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അതായിരിക്കും ഏറ്റവും പെട്രോളും ലാഭം, എളുപ്പം എത്താൻ പറ്റുന്നത്. ഓക്കെ, അത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പം ഇതിനകത്ത് ഇതും എല്ലാം ഡിസ്റ്റൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിനെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്നും കൂടെ പറയും. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ. ഇതാണ് ഇനിഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വരയ്ക്കുക. 0 തൊട്ട് 8 വരെ വരയ്ക്കുക. വരയ്ക്കണം. ജസ്റ്റ് ചുമ്മാ ഒരു സ്കെയിൽ ഇട്ട് 1 2 3 4 5 6 7 8 അങ്ങ് മാർക്ക് ചെയ്താൽ മതി. 0 1 2 3 അങ്ങനെ മാർക്ക് ചെയ്താൽ മതി. ഇവിടെ എ തൊട്ട് ബി വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താ? എ ടു ബി ഡിസ്പ്ലേസ്മെന്റ് എത്ര? ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഫൈനൽ പൊസിഷൻ എത്ര? 8. ഇനിഷ്യൽ പൊസിഷൻ എത്ര? 0. 8 മൈനസ് 0 എത്രയാ? 8 മീറ്റർ ആയിരിക്കും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ. എന്നാൽ എയിൽ നിന്ന് ബിയിൽ പോയിട്ട് തിരിച്ച് എയിൽ വരുവാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? നമുക്കറിയാം ഇനിഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷനും ഇവിടെ 0 ആണ്. ഇനിഷ്യൽ പൊസിഷനും 0 ആയതുകൊണ്ട് തന്നെ കണ്ടോ, പോയിട്ട് തിരിച്ച് അതേ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. ഇനിയും സി എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നും ഡി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? സിയിൽ നിന്ന് ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തെറ്റ്. ഫൈനൽ പൊസിഷൻ 4, ഇനിഷ്യൽ പൊസിഷൻ 6, 4 മൈനസ് 6 മൈനസ് 2 മീറ്റർ ആയിട്ട്. ഓക്കെ. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി, ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ പോസിറ്റീവ് വാല്യൂ ആയി, ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ 0 വാല്യൂ ആയി, ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നെഗറ്റീവ് വാല്യൂ വന്നു. അതിനർത്ഥം എന്തുവാ? ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി പോസിറ്റീവ്, ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി നെഗറ്റീവ്, ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി 0. പക്ഷെ ഡിസ്റ്റൻസിന് അങ്ങനെ പറ്റുമോ? ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇത് പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റിനെ പറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഇനിഷ്യൽ പോയിന്റിന്റെയും ഫൈനൽ പൊസിഷന്റെ ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഞാൻ പറഞ്ഞു, എനിക്ക് നോക്കിയേ, പിയിൽ നിന്ന് ക്യൂയിലേക്ക് എനിക്ക് ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം. അതിൽ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ഏതാണോ അതായിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ പറഞ്ഞു, നമ്മളിവിടെ ഇത് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. 0 തൊട്ട് 8 വരെ ഒരു വരയിൽ മാർക്ക് ചെയ്തിട്ട് എ എന്ന് പറയുന്ന പൊസിഷൻ 0-ലും, ബി എന്ന് പറയുന്ന പൊസിഷൻ 8-ലും, സി എന്ന് പറയുന്ന പൊസിഷൻ 6-ലും, ഡി എന്ന് പറയുന്ന പൊസിഷൻ 4-ലും മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. എയിൽ നിന്ന് ബി വരെ പോകാനുള്ള ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നത് എങ്ങനെയാ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ ഇവിടെ എത്ര? ഫൈനൽ പൊസിഷൻ ഇവിടെ 8 ആണ്. ഇനീഷ്യൽ പൊസിഷൻ ഇവിടെ 0 ആണ്. അതുകൊണ്ട് തന്നെ 8 മൈനസ് 0 8. അതേപോലെ തന്നെ ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് പോയിട്ട് തിരിച്ച് എയിലേക്ക് വരുവാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഫൈനൽ പൊസിഷനും 0 തന്നെ, ഇനിഷ്യൽ പൊസിഷനും 0 തന്നെ. 0 മൈനസ് 0 0. ഇനിയും സിയിൽ നിന്ന് ഡിയിലോട്ട് വരുമ്പം ഫൈനൽ പൊസിഷൻ 4, ഇനിഷ്യൽ പൊസിഷൻ 6 ആണ്. 4 മൈനസ് 6 മൈനസ് 2 വരും. അപ്പം ഇത് നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ഡിസ്പ്ലേസ്മെന്റിന് 0 ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അത് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി പോസിറ്റീവ്, ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി പോസിറ്റീവ്, 0 ആൻഡ് നെഗറ്റീവ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മീറ്റർ തന്നെയാണ്. ഏതാ? SI യൂണിറ്റ്. SI യൂണിറ്റ് എന്ന് എഴുതിക്കും. SI യൂണിറ്റ്. നീ ഇത്രയും സ്ഥലം വിട്ടിട്ട് ബാക്കി എഴുതിക്കോ. അടുത്തത് വെലോസിറ്റി എന്ന് എഴുതിക്കോ. ഇവിടെ ശ്രദ്ധിക്കണം. വെലോസിറ്റി എന്ന് എഴുതിക്കോ. വെലോസിറ്റി ലാസ്റ്റ് എഴുതിയ ലൈൻ ഒന്ന് കാണിക്കാം. ഓക്കെ, മാറ്റിക്കോ. ഓക്കെ, നോക്കിക്കോളൂ. വെലോസിറ്റി എഴുതിക്കോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മൾ സ്പീഡിനെ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എടുത്ത പോലെ തന്നെ വെലോസിറ്റിനെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ് എടുത്തത്. അത് ശരിക്കും ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എന്തെന്ന് പറയും? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. Rate of change of displacement of an object in a particular direction. ഒരു കാര്യം കൂടെ, ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു കാര്യം കൂടെ എഴുതണം. ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി എന്നും കൂടെ എഴുതിയേക്കണേ. എസ് ഐ യൂണിറ്റിന്റെ താഴോട്ട് സ്ഥലം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റിയും കൂടെ എഴുതിയേക്കണം. വെക്ടർ ക്വാണ്ടിറ്റി അതെന്താണ് ഞാൻ പറഞ്ഞുതരാം, തൽക്കാലം പഠിച്ചു. വെക്ടർ ക്വാണ്ടിറ്റി സാർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടില്ല എവിടെ അവനെ? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഓക്കെ സാർ. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ അടുത്ത ഒരു ഡോട്ട് ഇട്ടിട്ട് ഇതൊരു ഡോട്ട് ഇട്ട് എഴുതേണ്ട, അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട് എഴുതേണ്ടത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതാം. ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ റേറ്റ്, ഫിസിക്സിൽ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പൈസ എന്നുള്ളതല്ല, ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളതാണ് കണക്കാക്കുന്നതെന്ന് ഓർത്തോണം. ഇനിയും അതിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതേപോലെ തന്നെ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് എന്തൊക്കെയാവുന്നോ അത് തന്നെ വെലോസിറ്റിക്കും ആവാൻ പറ്റും. അപ്പം ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ. അടുത്തത് യൂണിഫോം വെലോസിറ്റി. മറ്റേത് യൂണിഫോം സ്പീഡ് ആയിരുന്നു. അതെന്തായിരുന്നു? ഇഫ് ആൻ ഒബ്ജക്ട് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഇത് if an object travels equal displacement in equal interval of time. If an object travels അല്ലെങ്കിൽ if an object travels equal displacement in equal interval of time. Equal interval of time. Is said to have uniform velocity. അടുത്തത് non uniform velocity. If an object undergoes unequal displacement in equal interval of time, then the body is said to have, then the object is said to have non-uniform velocity. അതായത് ഒരു ഒബ്ജക്റ്റ്
ഒരു സെയിം ടൈം ഇൻ്റർവെല്ലിൽ സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യുകയാണെങ്കിൽ അവിടെ യൂണിഫോം വെലോസിറ്റി എന്നും, സെയിം ടൈം ഇൻ്റർവെല്ലിൽ അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തെന്നും പറയുന്നു? നോൺ യൂണിഫോം വെലോസിറ്റി എന്നും പറയുന്നു. അടുത്തത് ആവറേജ് വെലോസിറ്റി. അടുത്തത് ആവറേജ് വെലോസിറ്റി. അടുത്തത് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ആവറേജ് വെലോസിറ്റി ഈസ് എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു സാധനങ്ങളുണ്ട്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ സ്കൂട്ടർ ഓടിച്ച് ഇങ്ങനെ പോവാണ്, അല്ലെ നിങ്ങൾ സ്കൂട്ടർ ഓടിച്ച് ഇങ്ങനെ പോവാന്ന് വിചാരിക്കുക. ഞാൻ 10 മണിയായപ്പം സ്കൂട്ടർ ഓടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സ്കൂട്ടർ ഓടിച്ച് പോവാണ്. ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 10:05 ആയെന്ന് വിചാരിച്ചോ. ആ 10:05 എന്ന് പറയുന്ന സമയത്ത് എൻ്റെ സ്കൂട്ടറിൻ്റെ വെലോസിറ്റി എന്താണോ അതായിരിക്കും അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ആ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി എന്താണോ അതാണ് അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. എന്താ ഇപ്പൊ എന്തോ പറഞ്ഞു? ഒരു 10 മണിക്ക് നീ വണ്ടി ഓടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു, 10:05 ആയപ്പോൾ നിന്റെ വെലോസിറ്റി എത്ര? അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അതായത് നിങ്ങളുടെ ഓഡോമീറ്ററിൽ കാണിക്കുന്നതെല്ലാം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്. ഏതാ? അപ്പോൾ ഉള്ള വെലോസിറ്റി ആണല്ലോ കാണിക്കുന്നത്, ശരിയല്ലേ? നിങ്ങളിപ്പോൾ അടിച്ചു വിട്ട് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ സ്ലോ ആയി പോകുന്ന സമയത്തോ അപ്പോൾ എത്രയാണോ നിങ്ങളുടെ അതിനകത്ത് മീറ്ററിനകത്ത് കാണിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഓഡോമീറ്റർ ഓൾവേസ് ഷോസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പം അതും കൂടെ എഴുതിയേക്കുക. The velocity of particle at any instant of time. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, അതങ്ങ് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചോണം. അത് നിങ്ങൾ ഇച്ചിരി പാടാണ്. മാത്സ് ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നോക്കിക്കോളൂ. ഇൻസ്റ്റന്റേനിയസ്, മാത്സ് ഇല്ലാത്തവർക്ക് ഇത് കാണാൻ പഠിക്കുക, അത്രേ ഉള്ളൂ. മാത്സ് എടുക്കാത്തവർ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വി ഇങ്ങനെയാണ് ഇടുന്നത്. വി ഇങ്ങനെ ഇട്ടിട്ട് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ അതേണ്ടത് ഇത് എഴുതാൻ പറഞ്ഞാൽ എഴുതണം, പറഞ്ഞു തരും. ഇത് എഴുതിയെടുക്ക്, പറഞ്ഞുതരാം. നീ എഴുതത്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ 10ാം ക്ലാസ്സിലെ ഈ തലച്ചോറും വെച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ചവിട്ടി ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അതിനോട് പ്രത്യേകം ഞാൻ പറയുക. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കൺസെപ്റ്റേ അല്ല, കുറേ വ്യത്യാസമുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ മനസ്സിലാക്കി വെക്കാതെ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തില്ല. 10ാം ക്ലാസ്സിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അത് 10ാം ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഒരു കവറിങ് വെച്ചിട്ട്, ആ കവറിനകത്ത് വെച്ചിട്ടാണ് നിങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചത്. എന്നാൽ ആ കവർ പൊട്ടിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ വ്യത്യസ്തമായിട്ട് തോന്നുന്നു. അയ്യോ അത് അങ്ങനെയാണോ ഇതിങ്ങനെയാണോ എന്ന് തോന്നും. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെ വി വെച്ചിട്ട് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. വി വെച്ചിട്ട്, പക്ഷെ അത് ഇക്വേഷൻ എഴുതുമ്പോഴാണ് അത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നത്. മനസ്സിലായോ?
തൽക്കാലം ഈ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇങ്ങനെ കാണാതെ പഠിച്ചു വെച്ചേക്കുക. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണെന്ന് ചോദിക്കും, പിന്നെ ഇതിന്റെ ഇക്വേഷനെ സാധാരണ ചോദിക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, എവിടെ ഉള്ളതെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ, വണ്ടി ഓടിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ ഒന്നും കൂടെ പറയാമോ? മനസ്സിലായില്ല. ഏതാ പറയണ്ടേ? ഇത് തന്നെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നിങ്ങളുടെ വെലോസിറ്റി എന്താണ്. നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇപ്പം കോഴഞ്ചേരിയും തിരുവല്ലേ പോവാണ്. കോഴഞ്ചേരിയും തിരുവല്ലേ പോകുന്ന സമയത്ത് പുല്ലാട് എത്തുമ്പോൾ നിങ്ങളുടെ വെലോസിറ്റി എന്താ, അല്ലെങ്കിൽ കുമ്പനാട് എത്തുമ്പോൾ നിങ്ങളുടെ വെലോസിറ്റി എന്താ, അല്ലെങ്കിൽ ഒരു ഇപ്പം നിങ്ങളുടെ വെലോസിറ്റി 100 ആണെങ്കിൽ അത് നിങ്ങളുടെ എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് 80 ആവും, കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് 70 ആവും. ഈ 70, 80, 100 എല്ലാം നിങ്ങളുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്. അത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റിനെയാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ്. ആണല്ലോ? ഈ ഫിസിക്സിൽ നമ്മൾ ഇതുവരെ എസ് എന്ന് പറഞ്ഞാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പഠിച്ചത്, ആണോ? എന്നാൽ ഈ വർഷം എക്സ് എന്നും ഡിസ്പ്ലേസ്മെന്റ് ആണ് പഠിക്കും. എക്സും ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇത് ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ചിന്, സ്മോൾ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ സ്മോൾ ചേഞ്ച് ഇൻ ടൈം. ചെറിയ ഡിസ്പ്ലേസ്മെന്റ്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ 10 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ ഒരു സ്പീഡ് ഉണ്ടാവുമല്ലോ. 10:05 ആയപ്പം വേറൊരു സ്പീഡായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 10 മുതൽ 10:05 വരെ നിങ്ങൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് വളരെ ചെറിയ ഡിസ്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് അതാണ് ഇവിടെ എടുക്കുന്നത്. ചെറിയ ഡിസ്റ്റൻസിനെയാണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. അതേപോലെ ആ 10 മുതൽ 10:05 വരെ നിങ്ങൾ എടുത്ത സമയം എത്ര? 5 മിനിറ്റ്. അതും ചെറിയ ടൈം അല്ലേ? അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ല വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇതിനകത്ത് പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ പോകണ്ട. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നിങ്ങളുടെ വെലോസിറ്റി എന്താണോ അതാണ് നിങ്ങളുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അതായത് നിങ്ങളുടെ വെഹിക്കിളിന്റെ ഓഡോമീറ്റർ എല്ലാം കാണിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0, കുറച്ച് കഴിയുമ്പോൾ 10, പിന്നെ 40, പിന്നെ 80, 100, വീണ്ടും 40, വീണ്ടും 50, 65, ഇതെല്ലാം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അതിന്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ഇത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഡെൽറ്റ വന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെന്ന് പറയുമ്പോൾ അവിടെ എടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് വളരെ ചെറുതായിരിക്കും, ടൈമും വളരെ ചെറുതായിരിക്കും. ആ ചെറിയ ടൈമും ചെറിയ ഡിസ്പ്ലേസ്മെന്റിനെയും കാണിക്കാൻ വേണ്ടിയാണ് ഡെൽറ്റ എന്ന് പറഞ്ഞ സിമ്പിൾ ഇടുന്നത്. ഫിസിക്സിൽ ഡെൽറ്റ എന്നിട്ടാലും ഡെൽറ്റ എക്സ് എന്നിട്ടാലും ഡി എക്സ് എന്നിട്ടാലും സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്മോൾ ചേഞ്ച് എന്നാണ് അർത്ഥം. അതൊക്കെ ഇനി പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത് പഠിപ്പിക്കുന്നതിൻ്റെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാം. തൽക്കാലം ഇത് എന്ത് ചെയ്യുക, ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതാ അത്? ലിമിറ്റ്. അതൊക്കെ പറയാം. ലിമിറ്റ് അതായത് വളരെ ചെറിയ ടൈം ഇന്റർവെൽ നടക്കുന്നത് നമ്മൾ ലിമിറ്റ് വെച്ചിട്ടാണ്. ലിമിറ്റ് ആൻഡ് റിലേറ്റീവ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് മാത്സിൽ പഠിക്കാനുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അല്ലെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്ക് വരുന്നുണ്ട്, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം ഈ ക്വസ്റ്റ്യൻ ബൈ ഹാർട്ട് ചെയ്യാം. ക്ലിയർ അല്ലാത്തത് ക്ലിയർ അല്ല എന്ന് പറയണം. ഇനി ഒരു നോട്ട് എന്ന് കൊടുത്തിട്ട് എഴുതിക്കോ. നോട്ട് എന്ന് കൊടുത്തിട്ട് എഴുതിക്കോ. നോട്ട്. എ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി is moving with uniform speed. But a particle moving with uniform speed need not move with uniform velocity. Need not move with uniform velocity. ഇത് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്തിരി ഏറെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഞാനത് ക്ലിയർ ആക്കി തരാം. നോക്കിക്കോളൂ. അവർ പറയുന്നത് യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിൽ യൂണിഫോം സ്പീഡിൽ തന്നെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറയാൻ പറ്റും.
എന്നാൽ യൂണിഫോം സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു പാർട്ടിക്കിൾ തിരിച്ച് യൂണിഫോം വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല എന്നാണ് അവർ പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയാം. ഒരു കാര്യം പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കോളൂ, ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം എയിൽ നിന്ന് ബിയിലോട്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ ഇടയ്ക്ക് കുറേ സ്റ്റോപ്പ് കൊടുത്തു. ഓക്കെ, അപ്പം ആദ്യത്തെ 100 മീറ്റർ ഞാൻ സഞ്ചരിച്ചത് 10 സെക്കൻഡ് കൊണ്ടാണ്. രണ്ടാമത്തെ 100 മീറ്റർ ഞാൻ സഞ്ചരിച്ചത് 10 സെക്കൻഡ് കൊണ്ടാണ്. മൂന്നാമത്തെ 100 മീറ്ററും 10 സെക്കൻഡ് കൊണ്ട്. നാലാമത്തെ 100 മീറ്ററും ഞാൻ സഞ്ചരിച്ചത് 10 സെക്കൻഡ് കൊണ്ട്. ഇവിടുത്തെ സ്പീഡ് എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് 100/10 എന്ന് പറയുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെയും 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെയും 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെയും 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്പീഡാണ് നമ്മളിപ്പോൾ എഴുതിയത്. അതായത് ഈ സ്പീഡ് യൂണിഫോം സ്പീഡാണെന്ന് പറയാൻ പറ്റുമല്ലോ. യൂണിഫോം സ്പീഡാണ്, എല്ലായിടത്തും സ്പീഡ് സെയിം ആണ്. എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ വെലോസിറ്റിയുടെ കാര്യം നമുക്കൊന്ന് നോക്കാം. വെലോസിറ്റി എങ്ങനെയാ? വെലോസിറ്റി എ തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതെത്ര? ഡിസ്പ്ലേസ്മെന്റ് എത്ര തന്നെയാ? 10 തന്നെ, 100 തന്നെയാണ്. അപ്പോൾ 100/10. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എന്ത് തന്നെയാ? 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനർത്ഥം ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്ത് തന്നെയാണ്? ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആണ്. അപ്പം നമുക്ക് പറയാം യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനവും യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനവും തമ്മിൽ എന്താണ്? സെയിം ആണെന്ന് നമുക്ക് പറയാം ഈ കേസിൽ. പക്ഷേ തിരിച്ച് നോക്കിയോ, ഈ ഒരു മോഷൻ നോക്കിയേ, ഒരു സിക്സാക് മോഷൻ എടുക്കുക ഞാൻ. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു 100 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നിന്ന് ഇവിടെ വരുന്നു 100 മീറ്റർ പെർ സെക്കൻഡ്, 100 മീറ്റർ ഡിസ്റ്റൻസ്. ഇവിടെ നിന്ന് ഇവിടെ വരുന്നു 100 മീറ്റർ. ഇവിടെ നിന്ന് ഇവിടെ വരുന്നു 100 മീറ്റർ. ഇതെടുക്കുന്ന ടൈം 10 സെക്കൻഡ്. ഇവിടെയും 10 സെക്കൻഡ് തന്നെ എടുത്തു, ഇവിടെയും 10 സെക്കൻഡ് എടുത്തു, ഇവിടെയും 10 സെക്കൻഡ് എടുത്തു. ഓക്കെ, ഇവിടെ സ്പീഡ് യൂണിഫോം അല്ലേ? ആണോ? നോക്കിയോ, ഇവിടുത്തെ സ്പീഡ് എന്താ വരുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുത്തെ സ്പീഡ് എന്താ വരുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുത്തെ സ്പീഡ് എന്താ വരുന്നത്? അതും 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുത്തെ സ്പീഡ് എന്താ വരുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ്. എന്നാൽ ഇവിടുത്തെ വെലോസിറ്റി ഒന്ന് നോക്കിയേ. വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെയാണ് എടുക്കുന്നത്. കാരണം ഇവിടുത്തെ ഡിസ്റ്റൻസ് നോക്കി കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മാക്സിമം ലെങ്ത് ഓഫ് പാത്താണ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ എന്താ? ഷോർട്ടസ്റ്റ്, അതായത് ഇതും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ എടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റിന് വ്യത്യാസം ഉണ്ടാവും. അതുമൂലം അവിടുത്തെ വെലോസിറ്റിക്ക് ഒന്നുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഒരിക്കലും യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്ന് എപ്പോഴും പറയാൻ പറ്റത്തില്ല. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? എന്നാൽ തിരിച്ചു പറയാം, യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ഒരാൾ എപ്പോഴും യൂണിഫോം സ്പീഡിൽ തന്നെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറയാൻ പറ്റും. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാധനമാണ്. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. എവിടാ പറയണ്ടതെന്നും കൂടെ പറയണം. വെലോസിറ്റി തിരിച്ചും മറിച്ചും പറയാം. നീഡ് നോട്ട് ബി എന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലായ്പ്പോഴും പറ്റത്തില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ മോഷന്റെ കേസിൽ മാത്രമേ യൂണിഫോം സ്പീഡ് യൂണിഫോം വെലോസിറ്റി ആകത്തുള്ളൂ, യൂണിഫോം വെലോസിറ്റി യൂണിഫോം സ്പീഡ് ആകത്തുള്ളൂ. വേറെ ഏത് കേസ് എടുത്താലും യൂണിഫോം വെലോസിറ്റി യൂണിഫോം സ്പീഡ് ആവും, പക്ഷെ തിരിച്ചാവത്തില്ല. ഏതാ? യൂണിഫോം സ്പീഡിൽ ഓടുന്ന ഒരു ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിലാണ് പോകുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, എക്സെപ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ഓക്കെ, എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞുതരാം, ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? യൂണിഫോം വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണെങ്കിൽ ആ ഒബ്ജക്റ്റ് യൂണിഫോം സ്പീഡിലും ആയിരിക്കും മൂവ് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. എന്നാൽ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് തിരിച്ച് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്ന് എപ്പോഴും പറയാൻ പറ്റത്തില്ല. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണെങ്കിൽ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് വേണേൽ പറയാം. എന്നാൽ
സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത സിക്സാഗോ അല്ലെങ്കിൽ ഒരു സർക്കുലാർ മോഷനോ ഒക്കെ വരുവാണെങ്കിൽ ഒരിക്കലും യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു സാധനം യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തൽക്കാലം ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതിയിട്ടാൽ അത് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഹെഡിങ് എഴുതിക്കോ, ആക്സിലറേഷൻ. ആക്സിലറേഷൻ rate of change of velocity, rate of change of velocity, rate of change of velocity is called acceleration. Acceleration A is equal to, നമുക്ക് എങ്ങനെ, നമ്മൾ എന്താ സാധാരണ എഴുതുന്നത്, v മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതുന്നത് ആണോ? അങ്ങനെയാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ആണോ? ആണ്. എന്നാൽ ഈ വർഷം പുതിയൊരു ഇക്വേഷൻ പഠിച്ചോണം, എ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നോ അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി എന്നോ കൂടെ പഠിച്ചോണം. ഡി വി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വി മൈനസ് യു, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് എഴുതിയിട്ടേക്കണം. പിന്നെ ഇതൊരു ഡോട്ട് ഇട്ടാണ് എഴുതേണ്ടത്. അടുത്ത ഡോട്ട്, ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. പിന്നെ ഇറ്റ് ക്യാൻ ബി സീറോ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ഇറ്റ് ക്യാൻ ബി സീറോ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ആക്സലറേഷൻ കൂടിയാൽ പോസിറ്റീവ്, ആക്സലറേഷൻ കുറയ്ക്കുവാണെങ്കിൽ നെഗറ്റീവ്. വണ്ടി ഓടുന്നില്ല, ഇപ്പം വണ്ടി ഓടുന്നില്ല എങ്കിൽ അതിൻ്റെ ആക്സലറേഷൻ സീറോ. വണ്ടിയുടെ സ്പീഡ് കൂട്ടുവാണെങ്കിൽ അതിന് പോസിറ്റീവ് ആക്സലറേഷൻ. പെട്ടെന്നൊരു പട്ടി കുറുക്കിയാടി ബ്രേക്ക് പിടിക്കുവാണെങ്കിൽ അതിന് ആക്സലറേഷൻ നെഗറ്റീവ്. എന്നിട്ട് ഒരു കാര്യം കൂടെ ഒരു ഡോട്ട് ഇട്ട് എഴുതുക, ഒരു കാര്യം കൂടെ ഡോട്ട് ഇട്ട് എഴുതുക. Positive acceleration means velocity is increasing with time. Velocity is increasing with time. Increasing with time. Velocity is increasing with time. അടുത്തത് negative acceleration. Negative acceleration means velocity is decreasing with time. Decreasing with time. അടുത്ത ഡോട്ട് ഇട്ടിട്ട് zero acceleration. Zero acceleration means body is moving with uniform velocity. നമ്മൾ 20 അല്ലെങ്കിൽ നമ്മളൊരു 50 km/h തന്നെ കുറേ നേരം പോവുകയാണെങ്കിൽ അതിനർത്ഥം എന്തുവാ? അവിടെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ? ഇല്ലെന്നാണ്. ഇവിടെ ശ്രദ്ധിച്ചോണം, ഞാൻ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം. അതായത് നമ്മൾ സീറോ ആക്സിലറേഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് നമ്മളൊരു 50 km സ്പീഡിൽ വണ്ടിയെ പോവാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആക്സിലറേഷൻ അമർത്തുന്നില്ല, ഒരു പെർട്ടിക്കുലർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് യൂണിഫോം വെലോസിറ്റിയിലാണ് പോകുന്നത്, ഒരേ വെലോസിറ്റിയിലാണ് പോകുന്നതെന്ന് അർത്ഥം. എന്നാൽ പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? നമ്മളിപ്പോൾ 20 എന്ന് 50 km/h ആക്കണേ എന്ത് ചെയ്യണം? നമ്മൾ ആക്സിലറേറ്റർ ഞെക്കണം, അല്ലേ? ആക്സിലറേറ്റർ ഞെക്കിയാൽ അതിൻ്റെ സ്പീഡ് കൂടും ടൈമിനനുസരിച്ച്. പട്ടി കുറുക്കി ആടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് പിടിക്കും. ബ്രേക്ക് പിടിക്കുമ്പോൾ എന്താണ്?
100 അല്ലെങ്കിൽ 80 പെട്ടെന്ന് എന്തായിട്ട് മാറും? 10 20 അല്ലെങ്കിൽ ഈവൻ 0 വരെ വരും അല്ലേ? അത് നെഗറ്റീവ് ആക്സിലറേഷൻ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി എഴുതുക യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ. ഇതിൻ്റെയൊക്കെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ അടുത്ത നമ്മൾ ഗ്രാഫിക്കൽ കൺസെപ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. നല്ല പാടായിരിക്കും. യൂണിഫോം ആക്സിലറേഷൻ. A particle is said to move with uniform acceleration if the velocity changes by equal amount in equal interval of time എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ 55, ഇവിടെ ശ്രദ്ധിച്ചോണം, എ പോയിന്റ് തൊട്ട് ബി പോയിന്റ് വരെ 55 km/h സഞ്ചരിക്കുന്നു. അടുത്തത് ബി തൊട്ട് സി വരെയുള്ള പോയിന്റിൽ ഞാൻ 60 km/h സഞ്ചരിക്കുന്നു. അടുത്തത് സി തൊട്ട് ഡി വരെയുള്ള ഈ ടൈം ഇന്റർവെല്ലിൽ ഞാൻ 70 km/h സഞ്ചരിക്കുന്നു. സോറി, 70 അല്ല, 65. അപ്പോൾ നോക്കി, ഇവിടെ എന്താ വ്യത്യാസം വന്നേ? ഈ വെലോസിറ്റി ചേഞ്ചസ് ബൈ ഈക്വൽ എമൗണ്ട് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അതായത് എ തൊട്ട് ബി വരെയുള്ള ടൈം ഇന്റർവെൽ 10 സെക്കൻഡാണ്. ആദ്യത്തെ 10 സെക്കൻഡിൽ ഞാൻ 55 km/h പോയിക്കൊണ്ടിരുന്നത്. അടുത്ത 10 സെക്കൻഡിൽ ഞാൻ എൻ്റെ സ്പീഡ് കൂട്ടി 60 ആക്കി. അടുത്ത 10 സെക്കൻഡിൽ ഞാൻ വീണ്ടും ഒരു 5 കൂട്ടിയിട്ട് 65 ആക്കി. ഇനി അടുത്ത 10 സെക്കൻഡിൽ ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് എന്താക്കും? 70 km/h ആക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? സെയിം ടൈം ഇന്റർവെല്ലിൽ ഒരേ വെലോസിറ്റിയുടെ എമൗണ്ട് കൂടി പോവുകയാണെങ്കിൽ ദ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാൻ പറ്റും. ഓർത്തോണം, ശ്രദ്ധിച്ചോണം. അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവിടെ എഴുതി വെച്ചോണം. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് മുട്ട ഇടും എല്ലാം കൂടെ. ഇത് കൃത്യമായിട്ട് ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടായിരുന്നു. എഴുതി വെയ്യത് പെട്ടെന്നാട്ടെ. അതായത് എ തൊട്ട് ബി വരെയുള്ള ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡാണ്. ബി തൊട്ട് സി വരെയുള്ള ടൈം ഇന്റർവെല്ലും ഒരു 10 സെക്കൻഡാണ്. സി തൊട്ട് ഡി വരെയുള്ള ടൈം ഇന്റർവെല്ലും എല്ലാം ടൈം. അതായത് ആദ്യത്തെ 10 സെക്കൻഡിൽ ഞാൻ 55 km/h, അടുത്ത 10 സെക്കൻഡിൽ 5 km/h സ്പീഡ് കൂട്ടിയിട്ട് 60 ആക്കി, അടുത്ത 65 ആക്കി, അടുത്ത 70 ആക്കി. അങ്ങനെയാണെങ്കിൽ ഒരേ എമൗണ്ട് കൂടി പോവുക. എന്താ എമൗണ്ട് കൂടുന്നത്? വെലോസിറ്റിയുടെ എമൗണ്ട് ഈക്വൽ എമൗണ്ടിൽ എന്ത് ചെയ്യുക? കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ആ ആക്സിലറേഷനെ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അതെങ്ങനെ യൂണിഫോം ആക്സിലറേഷൻ ഇവിടെ എന്താ യൂണിഫോം ആണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? വെലോസിറ്റി ഒരേ എമൗണ്ടിൽ ഈക്വൽ എമൗണ്ടിൽ കൂടി പോവുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അതായത് വേണമെങ്കിൽ നോക്കിയാൽ ഇപ്പം ഇവിടെ 60 മൈനസ് 55 ഡിവൈഡഡ് ബൈ എത്രയാ? 10. അപ്പോൾ എത്ര വരും? 60 മൈനസ് 55 5/10 എത്രയാ? 0.5 m/s² ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ. അടുത്ത നോക്കിയേ, അടുത്ത എന്ത് തന്നെ? 65 മൈനസ് 60 ഡിവൈഡ് ബൈ 10, അപ്പോഴും എത്ര തന്നെ? 0.5 തന്നെയാണ്. കണ്ടോ? അപ്പം നിങ്ങൾ ഏത് ടൈം ഇന്റർവെൽ ആക്സിലറേഷൻ v മൈനസ് u/t വെച്ചിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിലും അവിടുത്തെ എന്തെന്ന് വരും? സെയിം ആക്സിലറേഷൻ തന്നെ വരും. അതുകൊണ്ടാണ് അതിനെ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അത് അറിയത്തില്ലെങ്കിൽ എഴുതി വെക്കുക. എ തൊട്ട് ബി വരെയുള്ള ടൈം ഇന്റർവെൽ ഇതാണ്. ഇപ്പം എയിലുള്ള സ്പീഡ് ചിലപ്പോൾ 50 ആണെന്ന് വിചാരിക്കുക. 50 km/h നിന്നാണ് ഞാൻ എന്താക്കി മാറ്റിയത്? 55 ആക്കിയത്. പിന്നെ 60 ആക്കി, 65 ആക്കി, 70 ആക്കി. നിങ്ങൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? v മൈനസ് u/t ആണ്. അപ്പം ഇവിടെ ഫൈനൽ വെലോസിറ്റി എ തൊട്ട് ബി വരെയുള്ള ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ 55 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 50 ആണ്. ടൈം 10 ആണ്. അങ്ങനെയാണെങ്കിൽ 5/10 എന്ന് വരുന്നു 0.5 m/s² എന്ന് വരും യൂണിറ്റ്. അടുത്ത ടൈം ഇന്റർവൽ എടുക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ എത്ര വരും? v മൈനസ് u/t തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ എത്രയാണ്?
അവിടെ 60 മൈനസ് 55 ഡിവൈഡഡ് ബൈ 10 ആണ്. അപ്പോഴും എന്ത് തന്നെയാണ്? 5/10 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ ആക്സലറേഷൻ ആക്സലറേഷൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതിക്കും കേട്ടോ, ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കും. അപ്പോൾ ഏത് ഇൻ്റർവെൽ എടുത്താലും ഇവിടുത്തെ ആക്സലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. ഇത് മനസ്സിലാകാത്തുണ്ടെങ്കിൽ എന്നോട് പെട്ടെന്ന് ചോദിക്കാം, പെട്ടെന്ന് ചോദിക്കാം. നമുക്കിനി ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാനുണ്ട്. അത് മാനുവലി ഡിറൈവ് ചെയ്യണം, ഗ്രാഫിൽ നിന്നും ഡിറൈവ് ചെയ്യണം, രണ്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മാനുവലി ഡിറൈവ് ചെയ്യാൻ പഠിപ്പിക്കാൻ പോകണം. ഇതെല്ലാം നിങ്ങൾ പഠിച്ചാണ്. മാനുവലി നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെഡിങ് എഴുതുക, ഇക്വേഷൻസ് ഓഫ് മോഷൻ. Equations of motion. ഒന്നാമത്തേത് വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷൻ. Consider a body moving with initial velocity u, comma, after a time t seconds its velocity becomes v. That is, the body is accelerated. Is accelerated. അങ്ങനെയാണെങ്കിൽ കൺസിഡർ എ ബോഡി മൂവിങ് വിത്ത് ഇനിഷ്യൽ വെലോസിറ്റി u. ഇനിഷ്യൽ വെലോസിറ്റി u ആയിട്ട് നമ്മൾ എടുക്കുന്നത്, കോമ, ആഫ്റ്റർ എ ടൈം t സെക്കൻഡ്സ് ഇറ്റ്സ് വെലോസിറ്റി ബിക്കംസ് v. ഫൈനൽ വെലോസിറ്റി ആവും. ദാറ്റ് ഈസ്, നമുക്കറിയാം u എന്ന് പറഞ്ഞ വെലോസിറ്റി, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ വെലോസിറ്റി v ആയി കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? സ്പീഡ് കൂടി എന്നർത്ഥം, ആക്സിലറേറ്റ് ചെയ്തു എന്നർത്ഥം. അപ്പം എന്താണ്? ദ ബോഡി ഈസ് ആക്സിലറേറ്റഡ്. എന്നിട്ട് എഴുതേണ്ടത് ഇതാണ്. ഇങ്ങോട്ടേക്ക് എഴുതാം, നോക്കിക്കോളൂ. എ ഈസ് ഈക്വൽ ടു, നമ്മളിപ്പോൾ പഠിച്ചത് ഡെൽറ്റ വി ഡിവൈഡ് ബൈ എന്താണ്? ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നാണ് പഠിച്ചത്. ഓക്കെ ആണല്ലോ? ആക്സിലറേഷൻ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ ടി എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ടീനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു എന്നാവും. അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഈ യുവിനെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. മൈനസ് യുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എ ടി പ്ലസ് യു ഈസ് ഈക്വൽ ടു വി എന്ന് വരുന്നു. അതിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. കണ്ടോ? അറേഞ്ച് ചെയ്ത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഏതാടാ? പിന്നെ എഴുതിക്കൂ. യു പ്ലസ് 80 എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതിയാൽ, ഇങ്ങനെ എഴുതിയാൽ പ്ലസ് ആയതുകൊണ്ട് എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ് പഠിക്കുന്നത് ആ രീതിയിൽ തന്നെ പഠിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് എല്ലാം തെറ്റും. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. അനഘ ഓക്കെ ആണോ? അനഘ, യെസ് സർ. അക്ഷയ, അമല്, അനുഷ്ക, ഓക്കെ സർ. അർജുന് കാര്യം ഓക്കെ ആണ് സർ.
ഓക്കെ ആണ് സാർ. ഓക്കെ. ക്രിസിൻ എങ്ങനെയുണ്ട്? ക്രിസിൻ, അലൻ, പാർവണ, ഓക്കെയാണ് സാർ. ഓക്കെ സാർ. സൂര്യഗായത്രി, ഓക്കെ സർ. ജ്യോതിസിന് കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറയണേ ജ്യോതിസ്. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെയാണ് നമ്മളിപ്പം വെലോസിറ്റി ടൈം കണ്ടോ. വെലോസിറ്റിയും കണ്ടോ ഇവിടെ ഏതൊക്കെ ടേംസ് ഉണ്ട്? വെലോസിറ്റിയുടെയും ടൈമിൻ്റെയും കണ്ടോ. അതുകൊണ്ടാണ് വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനിയും അടുത്തത് പൊസിഷൻ ടൈം റിലേഷൻ. പൊസിഷൻ ടൈം റിലേഷൻ എഴുതിക്കോ. അടുത്തത് പൊസിഷൻ ടൈം, രണ്ടെന്ന് എഴുതിയിട്ട് പൊസിഷൻ ടൈം റിലേഷൻ എഴുതുക. പൊസിഷൻ ടൈം റിലേഷൻ എഴുതുക. രണ്ടെന്ന് എഴുതിയിട്ട് പൊസിഷൻ ടൈം റിലേഷൻ. പൊസിഷൻ ടൈം റിലേഷൻ. അപ്പം അത് നമ്മളിപ്പോൾ ഇനി കൺസിഡർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഓൾറെഡി ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കിയോ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആവറേജ് വെലോസിറ്റി എഴുതിക്കോ. ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ മക്കളെ? ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ടൈം ആണ്. ഇനി വേറൊരു രീതിയിൽ നമ്മൾ എന്തിൻ്റെയും ആവറേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ആവറേജ് മാർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത്? ആവറേജ് മാർക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്തിൻ്റെയും ആവറേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നിന്റെ ഫിസിക്സും കെമിസ്ട്രിയുടെയും ബയോളജിയുടെ മാർക്ക്, നിനക്ക് ഫിസിക്സിന് 90, ബയോളജിക്ക് 100, കെമിസ്ട്രിക്ക് 95. അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? 3 പ്ലസ് ചെയ്തിട്ട് 300 വെച്ചോ? ഇല്ല, ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി അതെല്ലാം കൂടെ പ്ലസ് ചെയ്ത് ഡിവൈഡ് ബൈ 3 ആണ് ചെയ്യുന്നത്. ആവറേജ് കണ്ടുപിടിക്കും. പെർസെൻ്റേജ് അല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്, ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പം ആവറേജ് വെലോസിറ്റിക്ക് തന്നെ ഈ ഇക്വേഷൻ ഉണ്ട്. എന്നാൽ ഇവിടെ ഏതൊക്കെ വെലോസിറ്റി ഉണ്ട്? സാധാരണഗതിയിൽ ഇവിടെ ഏതൊക്കെ വെലോസിറ്റി ഉണ്ട്? ഇനീഷ്യൽ വെലോസിറ്റിയും ഉണ്ട്, യു ഉണ്ട്, അതേപോലെ ഫൈനൽ വെലോസിറ്റിയും ഉണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? രണ്ടും കൂടെ പ്ലസ് ചെയ്തിട്ട്, അതായത് വി പ്ലസ് യു ഡിവൈഡഡ് ബൈ എന്തെന്ന് ചെയ്താൽ മതി? 2 ചെയ്താൽ മതി. അപ്പം ആവറേജ് വെലോസിറ്റിയെ ഇങ്ങനെയും കണ്ടുപിടിക്കാം, ആവറേജ് വെലോസിറ്റി എന്തെന്ന് കണ്ടുപിടിക്കാം, ഇങ്ങനെയും കണ്ടുപിടിക്കാം. എന്നിട്ട് വേണമെങ്കിൽ സൈഡിലോട്ട്, വേണമെങ്കിൽ നല്ല എഴുതിയേക്കണം, കോമ ഇട്ടിട്ട് ആസ് വി ആൻഡ് യു ആർ ദ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റീസ്. ഓക്കെ. ഇതിൽ ഞാൻ എന്ത് ചെയ്യാമോ, ഞാൻ വേണ്ട ഇത് അങ്ങോട്ട് എടുക്കാൻ പോവാണ്. ആവറേജ് വെലോസിറ്റി ഇത് അങ്ങോട്ട് എടുക്കാൻ പോകും. ആദ്യത്തെ ഇക്വേഷൻ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ ടി ഡി എന്നങ്ങ് കൊടുക്കുകയാണ്. ടോട്ടൽ ടൈമിന് ഞാൻ എന്താ, അത് ജസ്റ്റ് ടി എന്നങ്ങ് എഴുതുകയാണ്. ടോട്ടൽ ടൈം ടി എന്നങ്ങ് എഴുതുകയാണ്. എന്നിട്ട് ഞാൻ ഇതിനെ തന്നെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ഇല്ലേ? ടൈം ഈസിക്കൽ എന്താണെന്ന് എഴുതാം? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് എഴുതാം. ആണോ? ഇതിന് ഓരോ ഇക്വേഷൻ നമ്പർ കൊടുത്തു. അതായത് ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 3 എന്നും കൊടുത്തു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 2 in 3. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റിയുടെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 2 കൊണ്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത് കൊണ്ട് എൻ്റെ ഇവിടോട്ട് കൊടുക്കാനാണ് പറഞ്ഞത്, ഇല്ലേ? അപ്പോൾ എന്താണെന്ന് എഴുതാം? ആവറേജ് വെലോസിറ്റിക്ക് പകരം വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എന്താണെന്ന് എഴുതാം? ടൈം ഈസ് ഈക്വൽ ടു. ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എപ്പോഴും എസ് വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എസ് ഈസ് ഈക്വൽ ടു വി പ്ലസ് യു ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടി എന്ന് എഴുതി. കുറച്ച് മണ്ടക്കിട്ടോ.
ഓക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. അപ്പം എസ് സി ഇസ് ഈക്വൽ ടു വി പ്ലസ് യു ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടി. സോറി, ഒരു കാര്യം, അത് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതേണ്ട, വേണം സ്കിപ്പ് ചെയ്യാം. നോക്കിക്കോ, നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാണോ? ആണോ? ആണ്. അപ്പം ഈ ഇക്വേഷനെ കൊണ്ടുപോയിട്ട് വേണ്ട ഈ വിക്ക് പകരം ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എസ് സി ഈസ് ഈക്വൽ ടു വിക്ക് പകരം യു പ്ലസ് എ ടി പ്ലസ് എന്തെന്ന് വരും? യു ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എന്തെന്ന് എഴുതാം? ടി എന്ന് എഴുതാം. ആണോ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എസ് സി ഈസ് ഈക്വൽ ടു യു പ്ലസ് യു എന്ന് പറയുമ്പോഴത്തേക്കും 2u ആവും, പ്ലസ് എ ടി ഡിവൈഡഡ് ബൈ 2 ഹോൾ ഇൻറ്റു എന്താണ്? ടി. ഇനിയും നമുക്ക് ഇവിടെ എസ് സി ഈസ് ഈക്വൽ ടു സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2u ഡിവൈഡ് ബൈ 2 പ്ലസ് എ ടി ഡിവൈഡ് ബൈ 2 ഇൻറ്റു എന്തെന്ന് എഴുതാം? ടി എന്ന് എഴുതാം. ഇനി ഇവിടെ നമുക്ക് എസ് സി ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ യു പ്ലസ് എ ടി ഡിവൈഡ് ബൈ 2 ഇൻറ്റു എന്തെന്ന് എഴുതാം? ടി എന്ന് എഴുതാം. ഈ ടീനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കിയോ, ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എസ് സി ഈസ് ഈക്വൽ എന്തെന്ന് വരും? യു ടി പ്ലസ് എ ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് വരും. അതിനെ അറേഞ്ച് ചെയ്തിട്ട് എസ് സി ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതല്ലേ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ? ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഈ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ പൊസിഷൻ ആയിട്ടും എടുക്കും കേട്ടോ. അതായത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എസിനെ നമ്മൾ പൊസിഷൻ ആയിട്ട് എടുക്കും. നമ്മുടെ പൊസിഷൻ എത്ര എന്നുള്ളത് നമ്മൾ ഓൾറെഡി അങ്ങനല്ലേ പഠിച്ചത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനിഷ്യൽ പൊസിഷൻ മൈനസ് ഫൈനൽ പൊസിഷൻ. അപ്പം ഡിസ്പ്ലേസ്മെന്റിനെ പൊസിഷൻ ആക്കി എടുക്കും. അതുകൊണ്ടാണ് പൊസിഷൻ ടൈം റിലേഷൻ വന്നത്. കണ്ടോ, പൊസിഷനും ടൈമും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്കിവിടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്കിനി ഒരു ഡെറിവേഷനും പിന്നെ ഒരു ഈ 3 ഗ്രാഫിൽ നിന്ന് ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൺസെപ്റ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഗ്രാഫും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. ഈ ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്ററാണ്. നാളെയും പിന്നെ ഒരു ക്ലാസ്സും കൂടെ മതിയാവും നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യണം. അത് നമുക്ക് കഴിഞ്ഞ ചാപ്റ്റർ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അടുത്ത ചാപ്റ്റർ മുതലാണ് നിങ്ങൾക്ക് ഇച്ചിരി കണ്ടൻസ് കൂടുതലുള്ള ചാപ്റ്ററുകളായിട്ടൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഡൗട്ടൊന്നുമില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.